2025 വിഷു സമയത്ത് റിലീസാവാൻ പോകുന്ന രണ്ട് പടങ്ങളാണ് തുടരും പിന്നെ ബസൂക്ക. ഈ രണ്ട് സിനിമകളിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറായ രണ്ടാൾ, അതായത് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. ബസൂക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റിംഗ് ആണ്. ആ പടത്തിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സും പിന്നെ പോസ്റ്റർ, ടീസർ അങ്ങനത്തെ ഒരുപാട് ഇതിപ്പോൾ റിലീസായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ സെയിം ഭീഷ്മപർവ്വത്തിൽ കണ്ട മമ്മൂട്ടിയുടെ അതേ ഒരു ഡിഫറെൻറ്റ് ലുക്ക് പോലെയാണ് എനിക്ക് ഈ പടത്തിൽ മമ്മൂട്ടിനെ കാണാൻ പറ്റുന്നത്. അടുത്ത് തുടരും. ഈ ഒരു മൂവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് മമ്മൂട്ടി ആൻഡ് ശോഭന ആ ഒരു കോംബോ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം സ്ക്രീനിൽ കാണാൻ പോകുകയാണ്. എന്നാൽ പോലും ഇതിലൊരു ചെറിയ റിവെഞ്ച് സ്റ്റോറി ആണുള്ളത് എന്നൊരു റൂമേഴ്സും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. റിവെഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം, അതായത് മേ ബി ഒരു ജിത്തു ജോസഫിൻ്റെ ഒരു ദൃശ്യം ടൈപ്പ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൃശ്യം 3 ഇപ്പോൾ എന്തായാലും ഒരു കൺഫേംഡ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ലാലേട്ടൻ എന്തായാലും ഇങ്ങനത്തെ ഒരു സെയിം ടൈപ്പ് മൂവി എടുക്കുമോ എന്നൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ഒരു ഫാമിലി റിവെഞ്ച് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഫാമിലി ത്രില്ലർ മൂവി ആയിരിക്കും. ഈ രണ്ട് സിനിമകളുടെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടും ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ഒന്ന് നമ്മുടെ മമ്മൂക്കയുടെ ഒരു മാസ് ആക്ഷൻ മൂവി ആയിട്ടും രണ്ട് ലാലേട്ടൻ്റെ ഒരു ഫാമിലി റിവെഞ്ച് ടൈപ്പ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രണ്ട് ഫിലിം നമുക്ക് തിയേറ്ററിൽ പോയി കാണാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തിനാ അറിയാലോ, നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാന് വേണ്ടിയിട്ട്. ലെറ്റ്സ് സീ ലാലേട്ടൻ്റെ ആ ഒരു ആക്ടിങ് ഡിഫറൻസ് നമ്മൾ എങ്ങനെ കാണാൻ പോകുന്നെന്ന്. ഒരു മാസം ഒരു പക്ക ആക്ഷൻ ഹീറോ ആയിട്ടാണെങ്കിൽ അടുത്ത മാസം വരുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫാമിലി ഹീറോ ആയിട്ടാണ് വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ചെയ്യണേ.